ഡിഫറൻഷ്യൽ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും. 1. പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡ്രൈവ് ഷാഫ്റ്റ്. റിയർ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് വാഹനങ്ങളിലെ ട്രാൻസ്മിഷനിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്ക് മെക്കാനിക്കൽ പവർ കൈമാറുന്ന കറങ്ങുന്ന ട്യൂബുലാർ ഘടകമാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഗിയർ ബോക്സും റിയർ ആക്സിൽ അസംബ്ലിയും തമ്മിലുള്ള നിർണായക കണ്ണിയായി ഇത് പ്രവർത്തിക്കുന്നു. ഇത് ചക്രങ്ങളിലേക്ക് ടോർക്ക് വിതരണം ഉറപ്പാക്കുന്നു. ഉയർന്ന വേഗതയിൽ വൈബ്രേഷനുകൾ തടയുന്നതിന് ഷാഫ്റ്റ് കൃത്യമായി സന്തുലിതമായിരിക്കണം. പലപ്പോഴും ടോർഷണൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ ഉയർന്ന ശക്തിയുള്ള സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. മോഡേൺ വാഹനങ്ങളിൽ നീളമേറിയ വീൽബേസ് ആപ്ലിക്കേഷനുകൾക്കായി സെന്റർ സപ്പോർട്ട് ബെയറിംഗുള്ള ടു-പീസ് ഡിസൈനായിരിക്കാം ഇത്. കാര്യക്ഷമമായ പവർ ട്രാൻസ്ഫർ നിലനിർത്തിക്കൊണ്ട് സസ്പെൻഷൻ ചലനം ഉൾക്കൊള്ളുന്നതിനായി പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ നീളവും കോണും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2. യൂണിവേഴ്സൽ ജോയിന്റ്, യു-ജോയിന്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ട്രാൻസ്മിഷൻ ഔട്ട്പുട്ട് ഷാഫ്റ്റുമായും ഡിഫറൻഷ്യൽ ഇൻപുട്ടുമായും ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗാണ് യൂണിവേഴ്സൽ ജോയിന്റ്, യു-ജോയിന്റ്. സസ്പെൻഷൻ ഉയരത്തിലെയും ഡ്രൈവ് ട്രെയിൻ ചലനത്തിലെയും മാറ്റങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഈ ഘടകങ്ങൾക്കിടയിൽ കോണീയ വിന്യാസം അനുവദിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം. യുജോയിന്റുകളിൽ ഒന്നിലധികം തലങ്ങളിൽ കറങ്ങാൻ അനുവദിക്കുന്ന നീഡിൽ ബെറിംഗ് സജ്ജീകരിച്ചിരിക്കുന്ന ക്യാപ്പുകളുള്ള ക്രോസ് ആകൃതിയിലുള്ള സ്പൈഡർ അടങ്ങിയിരിക്കുന്നു. 3. പിനിയൻ ഗിയർ. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ചെറുതും കൃത്യതയുള്ളതുമായ ഗിയറാണ് പിനിയൻ ഗിയർ. 90 ഡിഗ്രി കോണിൽ റോട്ടേഷൻ പവർ കൈമാറ്റം ചെയ്യുന്നതിനായി ഇത് ക്രൗൺ വീലുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും ലിനിയർ ഡ്രൈവ് ലൈൻ റോട്ടേഷൻ ലാറ്ററൽ ആക്സിൽ റോട്ടേഷനാക്കി മാറ്റുകയും ചെയ്യുന്നു. ശബ്ദം കുറയ്ക്കുന്നതിനും പവർ വർദ്ധിപ്പിക്കുന്നതിനുമായി പിനിയൻ ഗിയറിന്റെ പല്ലുകൾ ഹൈപ്പോയിഡ് അല്ലെങ്കിൽ സ്പൈറൽ ബെവൽ പാറ്റേണിൽ ആയിരിക്കും. പിനിയനും ക്രൗൺ വീലും തമ്മിലുള്ള ഗിയർ അനുപാതം ഫൈനൽ ഡ്രൈവ് അനുപാതം നിർണ്ണയിക്കുന്നു. അകാലത്തിലുള്ള കേടുപാടുകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ തടയുന്നതിന് ശരിയായ പിനിയൻ ഗിയർ വിന്യാസം നിർണായകമാണ്. 4. ക്രൗൺ വീൽ, റിംഗ് ഗിയർ. ഡിഫറൻഷ്യൽ കേസിൽ ബോൾട്ട് ചെയ്ത വലിയ വ്യാസമുള്ള ഗിയറാണ് ക്രൗൺ വീൽ. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് ആക്സിൽ ഷാഫ്റ്റുകളിലേക്ക് പവർ ഒഴുക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് ഇത് പിനിയൻ ഗിയറുമായി ഇടപഴകുന്നു. ഘർഷണം കുറയ്ക്കുമ്പോൾ ഉയർന്ന ടോർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ക്രൗൺ വീലിന്റെ വലുപ്പവും ടൂത്ത് പ്രൊഫൈലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്രൗൺ വീലും പിനിയൻ ഗിയറും തമ്മിലുള്ള ഗിയർ അനുപാതം വാഹനത്തിന്റെ ഫൈനൽ ഡ്രൈവ് അനുപാതം നിർണ്ണയിക്കുന്നു. ഇത് ടോയിംഗ് ശേഷിയെയും ഇന്ധനക്ഷമതയെയും സ്വാധീനിക്കുന്നു. നിർമ്മാണ സമയത്ത് ക്രൗൺ വീലും പിനിയൻ ഗിയറും ഒരു സെറ്റായി പൊരുത്തപ്പെടുന്നു. ശരിയായ മെഷിംഗ് ഉറപ്പാക്കാൻ അവ ഒരുമിച്ച് മാറ്റിസ്ഥാപിക്കണം. 5. സൈഡ് ഗിയേഴ്സ്. സൈഡ് ഗിയറുകൾ ആക്സിൽ ഷാഫ്റ്റുകളുടെ ആന്തരിക അറ്റങ്ങളിലേക്ക് സ്പ്ലൈൻ ചെയ്തിരിക്കുന്നു. അവ ഡിഫറൻഷ്യൽ കേസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. തിരിയുമ്പോൾ ഇടത്, വലത് ചക്രങ്ങൾ തമ്മിലുള്ള വേഗത വ്യത്യാസം അനുവദിക്കുന്നതിന് അവ സ്പൈഡർ ഗിയറുകളുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു. നേരെ വാഹനമോടിക്കുമ്പോൾ സൈഡ് ഗിയറുകൾ ഒരേ വേഗതയിൽ കറങ്ങുന്നു. കോർണറിംഗ് സമയത്ത് സ്പൈഡർ ഗിയറുകൾ സൈഡ് ഗിയറുകൾക്ക് ചുറ്റും കറങ്ങുന്നു. ഇത് പുറം ചക്രത്തെ അകത്തെ ചക്രത്തേക്കാൾ വേഗത്തിൽ തിരിക്കാൻ പ്രാപ്തമാക്കുന്നു. ഈ പ്രവർത്തനം ടയർ സ്ക്രബിംഗും ഡ്രൈവ് ട്രെയിൻ ബൈൻഡിംഗും തടയുന്നു. സൈഡ് ഗിയറുകൾ സാധാരണയായി ഷിയർ ശക്തികളെ പ്രതിരോധിക്കാൻ ഹാർഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അവ ഡിഫറൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. 6. ആക്സൽ ഷാഫ്റ്റ്, ഹാഫ് ഷാഫ്റ്റ്. ആക്സിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹാഫ് ഷാഫ്റ്റ് ഡിഫറൻഷ്യലിന്റെ സൈഡ് ഗിയറുകളിൽ നിന്ന് ഡ്രൈവ് വീലുകളിലേക്ക് പവർ കൈമാറുന്നു. സോളിഡ് ആക്സിൽ ഡിസൈനുകളിൽ ഡിഫറൻഷ്യൽ മുതൽ വീൽ ഹബ് വരെ പ്രവർത്തിക്കുന്ന ഒരൊറ്റ ഭാഗമാണ് ആക്സിൽ ഷാഫ്റ്റ്. ഉയർന്ന ടോർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ആക്സൽ ഷാഫ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആക്സിൽ ഷാഫ്റ്റിന്റെ പുറം അറ്റം വീൽ ഹബിലേക്കോ ഡ്രൈവ് ഫ്ലാഞ്ചിലേക്കോ ബന്ധിപ്പിക്കുന്നു. അതേസമയം അകത്തെ അറ്റം ഡിഫറൻഷ്യലിന്റെ സൈഡ് ഗിയറിലേക്ക് ബന്ധിപ്പിക്കുന്നു. തേയ്മാനം സംഭവിച്ച സ്പ്ലൈനുകൾ, ബെയറിംഗ് കേടുപാടുകൾ അല്ലെങ്കിൽ അമിതമായ ടോർക്ക് എന്നിവ കാരണം ആക്സൽ ഷാഫ്റ്റുകൾക്ക് പരാജയം സംഭവിക്കാം.